Dear students, the surface chemistry colloids ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Colloids-ന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഒന്ന് based on the physical state of dispersed phase and dispersion medium. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ based on the nature of interaction between dispersed phase and the dispersion medium. ഒന്ന് dispersed phase and dispersion medium തമ്മിലുള്ള അട്രാക്ഷൻ്റെ ബേസിസിലും ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിസിലും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ദറ്റ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ വെച്ചിട്ട് നമുക്കറിയാം കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ റേഞ്ച് ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് based on the type of particles of dispersed phase we can classify colloids into 3. Multi-molecular colloids. അപ്പോൾ ഈ colloids എന്ന് പറയുന്നത് this classification is based on the type of particle of the dispersed phase. അതിൽ ഒന്നാമത്തേതാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ സ്മോളർ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ഉണ്ടാവും. കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ സ്മോളർ മോളിക്യൂൾസ് ഓഫ് ദി സബ്സ്റ്റൻസ് അഗ്രിഗേറ്റ് ടുഗദർ ടു ഫോം സ്പീഷീസ് ഹാവിങ് സൈസ് ഇൻ ദ കൊളോയിഡൽ റേഞ്ച്. അതായത് ഇൻഡിവിജ്വലായിട്ട് ഇത് ആറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ സ്മോളർ മോളിക്യൂൾസ് ആയിട്ടോ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ കൊളോയിഡൽ റേഞ്ച് അല്ല. പക്ഷേ ഒരു ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്യും. അഗ്രിഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേരുമ്പോൾ അവരുടെ സൈസ് ഏത് ഡയമെൻഷനിലെത്തും? കൊളോയിഡൽ റേഞ്ചിലെത്തും. അന്നേരം അവർ കൊളോയിഡായിട്ട് മാറുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അല്ല. ആ കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് സ്മോളർ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗോൾഡ് സോൾ. അപ്പോൾ ഗോൾഡ് സോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോൾഡ് ഇൻ സ്യൂട്ടബിൾ സോൾവെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഇൻ വാട്ടർ. അപ്പോൾ അതിനകത്തുള്ള ഗോൾഡാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ആറ്റം അല്ല, അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ഗോൾഡ് ആറ്റംസ് അഗ്രിഗേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഗോൾഡ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഓൺ ഡിസൊല്യൂഷൻ എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ സ്മോളർ മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് അഗ്രിഗേറ്റ് ടുഗദർ ടു ഫോം species having size in the colloidal range. The species thus formed are called multi-molecular colloids. Okay, example ഗോൾഡ് സോൾ തന്നെ പറയണമെന്നില്ല, സൾഫർ സോൾ. സൾഫർ സോൾ എന്ന് പറയുമ്പോൾ ഒരു സൾഫർ മോളിക്യൂൾ എന്ന് പറയുന്നത് S8 ആണ്. അങ്ങനെയുള്ള തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് മോർ S8 മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്യുമ്പോഴാണ് അത് സൾഫർ കൊളോയിഡായിട്ട് സൾഫർ സോളായിട്ട് മാറുന്നത്. ഇപ്പോൾ ഗോൾഡ് സോൾ, സൾഫർ സോൾ ഇതെല്ലാം മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. ഇനി രണ്ടാമത്തത് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. മാക്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ബിഗ്ഗർ മോളിക്യൂളാണ് അല്ലേ. അപ്പം മാക്രോ മോളിക്യൂൾസ് ഇൻ സ്യൂട്ടബിൾ സോൾവെൻ്റ് ഫോം സൊല്യൂഷൻസ് ഇൻ വിച്ച് ദ സൈസ് ഓഫ് ദി മാക്രോ മോളിക്യൂൾസ് മേ ബി ഇൻ ദ കൊളോയിഡൽ റേഞ്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മാക്രോ മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്യുന്നില്ല, അത് മോളിക്യൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മൈക്രോ അല്ല, മാക്രോയാണ്. അപ്പോൾ ബിഗ്ഗർ മോളിക്യൂളാണ്. ബിഗ്ഗർ മോളിക്യൂൾ ആകുമ്പോൾ അവരുടെ സൈസ് കൊളോയിഡൽ റേഞ്ചിലെത്തും. സോ
So macromolecules in suitable solvents form solutions in which size of the macromolecules may be in the colloidal range. Such systems are called macromolecular colloids. അതായത് നമ്മൾ പോളിമർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് മാക്രോമോളിക്യൂൾ ആണ്. അപ്പം നാച്ചുറൽ പോളിമർ ആയാലും സിന്തറ്റിക് പോളിമർ ആയിരുന്നാലും സ്യൂട്ടബിൾ സോൾവെൻസിൽ ദേ ക്യാൻ ഫോം കൊളോയിഡൽ സൊല്യൂഷൻസ്. എക്സാമ്പിൾ നമ്മുടെ സ്റ്റാർച്ച് ഒരു മാക്രോമോളിക്യൂൾ നാച്ചുറൽ പോളിമറാണ് സ്റ്റാർച്ച്. അതുപോലെ സെല്ലുലോസ്, പ്രോട്ടീൻസ്, ഇതെല്ലാം മാക്രോമോളിക്യൂൾസ് ആണ്. അപ്പോൾ ദീസ് മാക്രോമോളിക്യൂൾസ് ഇൻ സൂട്ടബിൾ സോൾവെൻറ്റ് ഫോം കൊളോയിഡൽ സൊല്യൂഷൻസ്. അതുപോലെ സിന്തറ്റിക് മാക്രോമോളിക്യൂൾസുകളാണ്. പോളിമേഴ്സ് എല്ലാം മാക്രോമോളിക്യൂൾസ് ആണ്. സിന്തറ്റിക് റബ്ബറുണ്ട്, നൈലോണ്, ചെറിലീന്, പോളിസ്റ്റൈറീന്, ഇതെല്ലാം സിന്തറ്റിക് ആയിട്ടുള്ള മാക്രോമോളിക്യൂൾ. ഇപ്പം നാച്ചുറൽ മാക്രോമോളിക്യൂൾസ് ആയിരുന്നാലും സിന്തറ്റിക് പോളിമേഴ്സ് ആയിരുന്നാലും ദേ ഇൻ suitable solvent form colloidal solutions, colloidal sol. So macromolecular colloids, macromolecules in suitable solvent form solutions in which the size of the macromolecules may be in the colloidal range. Such systems are called macromolecular colloids. Example: starch, cellulose, proteins and enzymes. The natural macromolecules are synthetic പോളിമേഴ്സ് ആയിട്ടുള്ള നൈലോണ്, പോളിസ്റ്റൈറീന്, സിന്തറ്റിക് റബ്ബർ, ഇതും എന്ത് തന്നെയാണ് മാക്രോമോളിക്കുലർ കൊളോയിഡ്സ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസൽസ്. അപ്പോൾ there are some substances at low concentration behaves as normal strong electrolyte. ഇലക്ട്രൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. സ്ട്രോങ് ഇലക്ട്രൈറ്റിൻ്റെ ദേ ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി അല്ലേ, അയോൺസ് ആയിട്ട് വന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ സോഡിയം അസറ്റേറ്റ്, ഇതൊക്കെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ Na+ഉം അസറ്റേറ്റ് അയോണുമായിട്ട് മാറും, അല്ലെങ്കിൽ Na+ഉം Cl- ആയിട്ട് മാറും. അപ്പോൾ ചില സബ്സ്റ്റൻസ് ഉണ്ട്, ഇത് കൊളോയിഡൽ സൊല്യൂഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ there are substances which at low concentration behaves as normal strong electrolyte. അതായത് ലോ കോൺസെൻട്രേഷൻ, വളരെ മൈന്യൂട്ട് കോൺസെൻട്രേഷനിൽ അവർ നോർമൽ ഇലക്ട്രോലൈറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ബട്ട് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ, അവരുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ദേ അഗ്രിഗേറ്റ്സ്, അവരെന്ത് ചെയ്യുന്നു, അഗ്രിഗേറ്റ് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. The aggregated particles thus formed are called micelles, and these are also known as associated colloids. But there are some substances at low concentration behaves as normal strong electrolyte, but at higher concentration exhibit colloidal behavior due to the formation of aggregates. The aggregated particles thus formed are known as micelles, and the colloids are known as associated colloids. അപ്പം നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, ലോ കോൺസെൻട്രേഷനിൽ അവർ കൊളോയിഡ് അല്ല, സാധാരണ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണ്. ഹയർ കോൺസെൻട്രേഷനിലാണ് അവർ കൊളോയിഡൽ ബിഹേവിയറിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തിയാൽ മാത്രമേ അവർ ആരായിട്ട് മാറുന്നുള്ളൂ, കൊളോയിഡൽ സോളായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ആ കോൺസെൻട്രേഷൻ അല്ലേ, ഇത് കൊളോയിഡ് ഫോം ചെയ്യുന്ന ആ കോൺസെൻട്രേഷൻ, ഇത് ലോവർ കോൺസെൻട്രേഷനിൽ അവർ ഇലക്ട്രോലൈറ്റ് ആണ്. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ എത്തിയാലേ അവരെന്തായിട്ട് മാറുന്നുള്ളൂ, കൊളോയിഡൽ ബിഹേവിയർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ കോൺസെൻട്രേഷനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. ആൻഡ് ഇറ്റ് critical missile concentration, and that takes place only above a particular temperature called Kraft temperature. So the formation of missiles takes place only above a particular temperature called Kraft temperature and above a particular concentration called critical missile concentration, CMC. CMC ചേർത്തല്ല, മുനിസിപ്പാലിറ്റി അല്ല, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കണമെന്ന്. അല്ല, ക്രിട്ടിക്കൽ സാധാരണ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോപ്പ് സൊല്യൂഷൻസും സിന്തറ്റിക് ഡിറ്റർജൻസും ഒക്കെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. അതിൽ സോപ്പിൻ്റെ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻⁴ to 10⁻⁻⁴
3 moles per liter. അപ്പോൾ 10⁻³ എന്ന് പറയുമ്പോൾ നോക്കിയാൽ 0.001, അതായത് 10⁻⁴ എന്ന് പറയുമ്പോൾ 0.0001. ഇത്രയും കോൺസെൻട്രേഷനിൽ തന്നെ അവർ ആരായിട്ട് മാറുവാണ്? അസോസിയേറ്റ്. അപ്പോൾ അതിലും ലോ കോൺസെൻട്രേഷനിലാണ് അവർ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഈ 10⁻³ to 10⁻⁴ ആ റേഞ്ച് എത്തുമ്പോഴാണ് അവർ എന്ത് ബിഹേവിയർ കാണിക്കുന്നത്? കൊളോയിഡൽ ബിഹേവിയർ കാണിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. അതിന് മുകളിൽ അവർ കൊളോയിഡ് ആയിരിക്കും, ആ കോൺസെൻട്രേഷന് താഴെ അവർ നോർമൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു സോപ്പ് സൊല്യൂഷൻ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷനിലെത്തി അത് കൊളോയിഡായിട്ട് ബിഹേവ് ചെയ്യണം. നമ്മളതിന് ഡൈലൂട്ട് ചെയ്യണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യും. ഡൈലൂഷൻ നടത്തുമ്പോൾ ഈ കൊളോയിഡ്സ് തിരിച്ച് എന്തായിട്ട് മാറും? ഇൻഡിവിജ്വൽ അയോൺസ് ആയിട്ട് മാറും. കാരണം അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ അവർ അഗ്രിഗേറ്റ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. അതായത് വീണ്ടും നമ്മളിതിനെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറച്ചാൽ അവർ തിരിച്ച് ആരായിട്ട് മാറുന്നു? ആ നോർമൽ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് മാറുന്നു. These are the 3 types of colloid based on the type of particle of dispersed phase. അപ്പോൾ based on the type of particle of dispersed phase, we can classify colloids into 3: multimolecular colloids, macromolecular colloids, and associated colloids. The multimolecular colloids that consist of the aggregates of smaller atoms or molecules, and they aggregate together to form species having colloidal dimension. രണ്ടാമത്തേത് മാക്രോമോളിക്കുലർ കൊളോയിഡ്സ്. മാക്രോമോളിക്യൂൾസ് ഇൻ suitable solvent form solutions in which size of the macromolecules may be in colloidal range. മൂന്നാമത്തേത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. There are some substances which at low concentration behaves as normal strong electrolyte, but at higher concentration they exhibit colloidal behavior due to the formation of aggregate. The aggregated particles thus formed are called micelles, and the colloids are known as associated colloids. So the formation of micelle takes place only above a particular temperature called Kraft temperature and above a particular concentration called critical micelle concentration. Example എന്ന് പറയുന്നത് സോപ്പും സിന്തറ്റിക് ഡിറ്റർജൻസുമാണ്.